ഓഫർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തുകൃഷ്ണന്റെ ഓഫീസ് സ്റ്റാഫുകൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. കൊച്ചിയിലെ വിവിധ ഓഫീസുകളിലെ സ്റ്റാഫുകളാണ് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. അതിനിടെ BJP ഭരിക്കുന്ന ബാങ്കിനെതിരെ ആരോപണമുയർന്നു. പറവൂർ വെളിയത്തുനാട് സഹകരണ ബാങ്കാണ് പകുതി വിലയ്ക്ക് സ്കൂട്ടർ, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ എന്നിവ വിതരണം ചെയ്തത്. BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അടക്കമുള്ളവർ പദ്ധതിയുടെ ഉദ്ഘാടകരായും എത്തി. എൻ രാധാകൃഷ്ണനെതിരെ കേസെടുക്കാത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന ആരോപണവുമായി സന്ദീപ് വാര്യരും രംഗത്ത് വന്നു. നിതിൻ സേവ്യർ വിശദാംശങ്ങൾ നൽകും. നിതിൻ, ഈ വലിയ ഒരു തട്ടിപ്പിൻ്റെ ആഴങ്ങളിലേക്ക് അന്വേഷണ സംഘം ഇറങ്ങിച്ചെല്ലുമ്പോൾ കണ്ടെത്താൻ കഴിയുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. അതിലൊക്കെ പക്ഷേ സ്ഥിരീകരണം നൽകേണ്ടത് അനന്തകൃഷ്ണൻ തന്നെയാണ്. ഈ ചോദ്യം ചെയ്യൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇന്നിപ്പോൾ തെളിവെടുപ്പുകൾ ഏതെല്ലാം ഭാഗത്ത് നടക്കുന്നുണ്ട്? തീർച്ചയായും സൈഫുദ്ദീൻ, ഈ തട്ടിപ്പ് കേരളം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ തട്ടിപ്പ്. അതിൽ ഓരോ ദിവസവും ഒരുപാട് പരാതികൾ വരുന്നു. പല സ്റ്റേഷനുകളിൽ, പല ജില്ലകളിൽ ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ പോലീസിന് തന്നെ ഇത് മൊത്തത്തിലൊരു അങ്കലാപ്പ് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഇതെങ്ങനെയാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ അനന്തകൃഷ്ണനെ വിശദമായി ചോദ്യം ചെയ്യാൻ കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണമെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു തീരുമാനം. പ്രത്യേകിച്ച് ഇത് കുറച്ച് ദിവസങ്ങൾ, ഒരു 5 ദിവസം കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്താൽ എൻ്റെ ഒരു മുഴുവൻ ഡീറ്റെയിൽസും പോലീസിന് ലഭിക്കണമെന്നില്ല. എങ്കിൽ പോലും നിലവിൽ അനന്തകൃഷ്ണൻ, ഏറ്റവും പ്രധാന വാർത്ത അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന ഏറ്റവും ഒരു പുതിയ വാർത്ത, അനന്തകൃഷ്ണന്റെ ഓഫീസ് സ്റ്റാഫുകളെ നിലവിൽ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതാണ്. നിലവിൽ 3 പേരെയാണ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. ഈ കൊച്ചിയിലെ ഇയാളുടെ ഓഫീസുകളിലെ സ്റ്റാഫുകളാണ്. ഇവരെ വിളിച്ചു വരുത്തി ഈ ഓഫീസിന്റെ പ്രവർത്തനം, ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഈ മറ്റ് NGOകളുമായി ബന്ധപ്പെട്ടിരുന്നത്, ട്രസ്റ്റുകളുമായുള്ള ഇവരുടെ ബന്ധം, ഈ പണമിടപാട് സംബന്ധിച്ച വ്യക്തത വരുത്താനൊക്കെയാണ് ഇവരെ ഇപ്പോൾ നിലവിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനന്തകൃഷ്ണനുമായി ഇന്ന് എറണാകുളം നഗരത്തിൽ അല്ലെങ്കിൽ കൊച്ചിയിൽ ഇദ്ദേഹത്തിന്റെ ഓഫീസുകളിൽ, ഫ്ളാറ്റുകളിലൊക്കെ തെളിവെടുപ്പ് നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ സ്റ്റാഫുകളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അനന്തകൃഷ്ണനുമായി മൂവാറ്റുപുഴയിൽ നിന്നും പോലീസ് എറണാകുളത്തേക്ക് എത്തും. അതിനുശേഷം ഇയാളുടെ വൈറ്റിലയിൽ ഇയാളുടെ ഓഫീസുണ്ട്, കളമശ്ശേരിയിൽ ഓഫീസുണ്ട്, ഒപ്പം ഈ മറൈൻ ഡ്രൈവിൽ ഇയാളുടെ 2 ഫ്ളാറ്റുകളുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം എത്തിച്ച് ഇയാളെ ചോദ്യം ചെയ്യണമെന്നാണ് പോലീസ്, ഈ തെളിവെടുപ്പ് നടത്തണമെന്നാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് ചില പരാതികൾ, കഴിഞ്ഞ ദിവസം ഈ വടക്കൻ പറവൂരിൽ മാത്രം ഇന്നലെ മാത്രം വന്നത് 375 പരാതികളാണ്. ഇത് 4 കേസുകളാക്കിയാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഈ ജനസേവാ ട്രസ്റ്റ് അടക്കം പരാതി നൽകിയിട്ടുണ്ട്. 14 കോടി രൂപ ഇയാൾ തട്ടിയെടുത്തു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജനസേവാ ട്രസ്റ്റ് പരാതി നൽകിയിരിക്കുന്നത്. വെളിയത്തുനാട് BJP ഭരിക്കുന്ന ബാങ്കാണ്. ഈ വെളിയത്തുനാട് ബാങ്കിനെതിരെ, വടക്കൻ പറവൂർ തന്നെയുള്ള ഒരു ബാങ്കാണ്, ഈ ബാങ്കിനെതിരെ ആരോപണം ഉന്നയിച്ച ആളുകൾ രംഗത്ത് വരുന്നു. അതായത് ഈ ഓഫർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളുടെ കയ്യിൽ നിന്നും ഈ ബാങ്ക് നേരിട്ട് പണം സ്വീകരിച്ചിരുന്നു. പക്ഷേ തങ്ങൾക്ക് സ്കൂട്ടറോ, ലാപ്ടോപ്പോ, തയ്യൽ മെഷീനോ ഒന്നും ലഭിച്ചില്ല എന്നാണ് പറയുന്നത്. ഈ ബാങ്ക് അധികൃതർ നൽകുന്ന വിശദീകരണം ആദ്യഘട്ടത്തിലെല്ലാം കൃത്യമായി നടന്നിരുന്നു. പക്ഷേ രണ്ടാം ഘട്ടം എത്തിയപ്പോൾ ഒരു പാളിച്ച പറ്റി. പക്ഷേ അത് ഈ ആവശ്യപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഈ പണം നൽകിയവർക്കെല്ലാം തന്നെ തിരികെ നൽകും എന്നാണ് ബാങ്ക് പറയുന്നത്. പ്രധാനമായും ഈ ബാങ്കിന്റെ ആദ്യത്തെ പദ്ധതിയിൽ ഉദ്ഘാടകരായി എത്തിയത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, എറണാകുളം ജില്ലാ പ്രസിഡന്റ് അടക്കം, BJPയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവരാണ്. അപ്പോൾ ഇത് ഈ ബാങ്കിനെതിരെ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് ആളുകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും അത്തരത്തിൽ വടക്കൻ പറവൂരിൽ മാത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത് 600ഓളം പരാതികളാണ്. 6 കേസുകളായാണ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ മാത്രം അങ്ങനെ വിവിധയിടങ്ങളിൽ വിവിധ പരാതികളുണ്ട്. സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ പരാതികളുണ്ട്. അപ്പോൾ ഈ പോലീസിന് തന്നെ ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ വലിയ അങ്കലാപ്പുണ്ട്. ഏതായാലും ഈ കസ്റ്റഡി കാലാവധി തീരുമ്പോഴേക്കും ഇതിന്റെ ഒരു ഏകദേശ ധാരണ കിട്ടുമെന്ന് തന്നെയാണ് പോലീസ് വിശ്വസിക്കുന്നത്. അതായത് എങ്ങനെയാണ് ഈ തട്ടിപ്പിന്റെ ആസൂത്രണം നടത്തിയത്, എങ്ങനെയാണ് ഇത് ആളുകളിലേക്ക് എത്തിച്ചത്, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരെ അടക്കം ഇതിന്റെ മുഖമാക്കി നിർത്താൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു ക്രെഡിബിലിറ്റി യൂസ് ചെയ്യാൻ എങ്ങനെയാണ് ശ്രമിച്ചതെന്നടക്കമുള്ള കാര്യത്തിൽ പോലീസിന്റെ ചോദ്യം ചെയ്യലുണ്ടാകും. ഒപ്പം തന്നെ ഈ ആനന്ദകുമാറിന്റെ ഒക്കെ ഇതിലെ ബന്ധം എന്താണെന്ന് പോലീസ് കൂടുതൽ വിശദമായി തന്നെ പഠിക്കുന്നുണ്ട്. നേരത്തെ ആനന്ദകുമാർ വിശദീകരിച്ചതിനും അപ്പുറം അനന്തകൃഷ്ണനുമായി ഇയാൾക്ക് ബന്ധമുണ്ടടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് സംശയമുണ്ട്. അപ്പോൾ രാധാകൃഷ്ണൻ വിശദീകരിച്ചത് താനും ഇതിലൊരു ഇരയാണെന്നാണ്, തൻ്റെ സംഘടനയായ സൈന്യം ഇരയാണെന്നാണ്. പക്ഷേ ഇപ്പോഴും പല ചോദ്യങ്ങളും അവിടെ ബാക്കി കിടപ്പുണ്ട്. നാട് നീളെ ഇദ്ദേഹം എങ്ങനെ ഉദ്ഘാടകനായി എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ വിശദീകരണം മാത്രം കേട്ട് തൃപ്തി അടഞ്ഞോ പോലീസ്, അതോ ഈ എൻ രാധാകൃഷ്ണന്റെ ബന്ധത്തെക്കുറിച്ചൊക്കെ കാര്യമായ അന്വേഷണം നടക്കുന്നുണ്ടോ?